ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മണ്ണിനെയും പ്രകൃതിയെയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഭാവി തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഇല്ലാതാക്കുന്നത്. പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ അവന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതിയെ മാറ്റിയെടുക്കുകയാണ്. മാറ്റം അനിവാര്യം, എന്നാൽ അത് പ്രകൃതിയെ ദ്രോഹിച്ചാവരുത്. പ്രധാന വാർത്തകളിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ജില്ലയിലെ ഹോട്ടലുകളിൽ ബീഫ് വിൽപ്പന വ്യാപകം. പ്രതിഷേധവുമായി ഇറച്ചിവിട്ട തൊഴിലാളികൾ. ഭൂമിയോട് ചെയ്ത കടന്നുകയറ്റത്തിന്റെ ഫലമായി മനുഷ്യന് അനിവാര്യമായതെല്ലാം നഷ്ടമായെന്ന് MT വാസുദേവൻ നായർ. ദേശീയതലത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ അഭാവമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ A. അച്യുതൻ. വിശദമായ വാർത്തകളിലേക്ക്. ഭൂമിയോട് ചെയ്ത കടന്നുകയറ്റത്തിന്റെ ഫലമായി ഒരു മനുഷ്യന് അനിവാര്യമായതെല്ലാം ഇന്ന് നഷ്ടമായിരിക്കുകയാണെന്ന് MT വാസുദേവൻ നായർ. പരമ്പരാഗത കാർഷിക പരിസ്ഥിതി വ്യവസായ ആരോഗ്യമേളയായ നാട്ടുപുലിമ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേള ഡിസംബർ 29-ന് സമാപിക്കും. കേരള ജൈവ കർഷക സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരമ്പരാഗത കാർഷിക പരിസ്ഥിതി വ്യവസായ ആരോഗ്യമേളയായ നാട്ടുപുലിമയ്ക്ക് തുടക്കമായി. ശുദ്ധമായ ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യവുമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ MT വാസുദേവൻ നായർ നിർവഹിച്ചു. ഭൂമിയോട് ചെയ്ത കടന്നുകയറ്റത്തിന്റെ ഫലമായി ഓരോ മനുഷ്യനും അനിവാര്യമായ ശുദ്ധവായുവും ജലവും എല്ലാം നഷ്ടമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭൂമിയെ സംരക്ഷിക്കാനും ഭൂമിയെക്കുറിച്ച് ആലോചിക്കാനും ഇത്തരം മേളകളിലൂടെ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാം കൃഷി ചെയ്തിരുന്ന വയലുകൾ അപ്രത്യക്ഷമാണ്. നമ്മുടേതായ ജലസ്രോതസ്സുകളില്ലാതെ, പുഴകൾ മിക്കവാറും ഇല്ലാതാണ്, കുന്നുകളില്ലാതെ, കാടുകളില്ലാതെ. ഇതൊക്കെ ഭൂമിയോട് നാം പല കാലത്തായി ചെയ്ത കടന്നുകയറ്റങ്ങളുടെ ഫലമായിട്ടുണ്ടാകും. കാർഷിക പരിസ്ഥിതി ആരോഗ്യ സെമിനാറുകൾ, ജൈവ കാർഷിക ഉൽപ്പന്ന വിപണന മേള, നാട്ടുചികിത്സാ ക്യാമ്പ്, നാട്ടുഭക്ഷണശാല, ഔഷധ സസ്യ വിൽപ്പന, നെൽവിത്ത് പ്രദർശനം, പരിസ്ഥിതി കൃഷി ബുക്ക് ക്ലബ്, അടുക്കളത്തോട്ടം പവലിയൻ എന്നിവയാണ് മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഹൈടെക് യുഗത്തിൽ മണ്ണിനെയും മനുഷ്യനെയും പരിസ്ഥിതിയെയും മറന്നിരിക്കുന്ന അവസരത്തിൽ യുവാക്കൾക്ക് പ്രചോദനമായി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളും മേളയിൽ സജീവമാണ്. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ T. ശോഭീന്ദ്രൻ, ജനറൽ കൺവീനർ P. രമേശ് ബാബു, കേരള ജൈവ കർഷക സമിതി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP ഉണ്ണിഗോപാലൻ, പരിസ്ഥിതി പ്രവർത്തകൻ VS വിജയൻ, കേരള ജൈവ കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് ബ്രഹ്മദത്തൻ, ഹീര നെട്ടൂർ, തായാട്ട് ബാലൻ, നീലകണ്ഠൻ, മഹേഷ് മങ്ങാട്, ജോൺസൺ എന്നിവർ സംബന്ധിച്ചു. കൊയിലാണ്ടി ദേശീയപാതയിൽ കോരപ്പുഴയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. തീ ആളിക്കത്തി. 5 ലക്ഷം രൂപയുടെ പെയിന്റിംഗ് ഉൽപ്പന്നങ്ങൾ കത്തി നശിച്ചു. ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു. കോഴിക്കോട് മാങ്കാവിൽ നിന്നും കൊയിലാണ്ടി, വടകര, കുറ്റ്യാടി എന്നിവിടങ്ങളിലേക്ക് പെയിന്റുമായി പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയ്ക്കാണ് തീപിടിച്ചത്. വണ്ടിയിലുണ്ടായിരുന്ന 5 ലക്ഷത്തോളം രൂപയുടെ പെയിന്റിംഗ് ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 12ഓടെയാണ് വാഹനം കത്തിനശിച്ചത്. കോഴിക്കോട് നിന്നും അഗ്നിശമന സേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ദേശീയപാതയിൽ വണ്ടി കത്തിയതിനെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയതലത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ അഭാവമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് പ്രശസ്ത പരിസ്ഥിതി ചിന്തകൻ A. അച്യുതൻ. സ്ട്രഗിൾ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിനാശ വികസനത്തിന് പകരം പുരോഗതിയുടെ വികസനം എന്ന പേരിൽ നടന്ന അഖിലേന്ത്യാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനാശ വികസനത്തിന് പകരം പുരോഗതിയുടെ വികസനം എന്ന വിഷയത്തിൽ
അഖിലേന്ത്യാ സെമിനാർ കോഴിക്കോട് നടന്നു. സ്ട്രഗിൾ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ എ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മൂലധന ശക്തികൾക്ക് കീഴടങ്ങി മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ദല്ലാൽ പണി ചെയ്യുകയാണെന്ന് അച്യുതൻ ആരോപിച്ചു. ദേശീയതലത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ അഭാവമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രാദേശിക സംഘടനകൾ ചിലത് അവിടെ ഉണ്ടെങ്കിലും അതൊരു ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അത്തരത്തിലുള്ള സംഘടനയുടെ അഭാവമാണ്. അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. അത് പ്രതിസന്ധിയെ രൂക്ഷമാക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ എ വാസു അധ്യക്ഷം വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് പി എ പൗരൻ, എം ഉസ്മാൻ, വി ടി പത്മനാഭൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്ത്യയുടെ ഇന്നുവരെയുള്ള വികസന പദ്ധതികളും നയങ്ങളും വിശകലനം ചെയ്യുന്ന സെമിനാറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 9ഓളം പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജി എൻ സായിബാബ, പശ്ചിമ ബംഗാൾ യാദ്പൂർ യൂണിവേഴ്സിറ്റിയിലെ സുഖേന്ദു സർക്കാർ, പശ്ചിമ ബംഗാൾ യാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ പ്രൊഫസർ ജയന്തി, ഛത്തീസ്ഗഡിലെ അഡ്വക്കേറ്റ് സുധാ ഭരദ്വാജ്, പത്രപ്രവർത്തകൻ കെ പി സേതുനാഥ്, രോഹിത് പ്രജാപതി, ഡോക്ടർ ഭാരതി, ഡോക്ടർ കൃഷ്ണമൂർത്തി എന്നിവരുടെ പ്രബന്ധങ്ങളാണ് അവതരിപ്പിച്ചത്. പരിപാടികൾ 28-ന് സമാപിക്കും. കുളമ്പ് രോഗഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മാടുകളെ അറക്കുന്നതും ഇറച്ചി വിൽക്കുന്നതും മൃഗസംരക്ഷണ വകുപ്പ് നിരോധിച്ചു. ഈ നിരോധനത്തെ മറികടന്ന് ജില്ലയിലെ ഹോട്ടലുകളിൽ വ്യാപകമായി ബീഫ് വിൽപ്പന നടക്കുകയാണ്. ഇറച്ചിക്ക് നിരോധനം വന്നതോടെ തൊഴിലില്ലാതായ ഇറച്ചിവെട്ട് തൊഴിലാളികൾ അനധികൃത ബീഫ് വിൽപ്പനയ്ക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കുളമ്പ് രോഗ ഭീഷണി നിലനിൽക്കെ ജില്ലയിൽ നിരോധനം ലംഘിച്ച് ബീഫ് ഇറച്ചി വിൽപ്പന വ്യാപകം. ഇക്കഴിഞ്ഞ 20 മുതലാണ് മൃഗസംരക്ഷണ വകുപ്പ് ബീഫ് ഇറച്ചി വിൽപ്പന നിരോധിച്ചത്. എന്നാൽ ജില്ലയിലെ പല ഹോട്ടലുകളിലും ബീഫ് ഇറച്ചി വ്യാപകമായി ലഭിക്കുന്നുണ്ടായിരുന്നു. മീറ്റ് വർക്കേഴ്സ് CITU പ്രവർത്തകർ പല ഹോട്ടലുകളിൽ നിന്നും നിരോധനം ലംഘിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബീഫുകൾ പിടിച്ചെടുത്തിരുന്നു. ഇത്തരത്തിൽ നടക്കാവ് സോളാർ ഹോട്ടലിൽ നിന്നും ബീച്ച് ആശുപത്രിക്ക് സമീപമുള്ള ഹോട്ടൽ റോയലിൽ നിന്നും ബീഫ് പിടിച്ചെടുത്തു. മീറ്റ് വർക്കേഴ്സ് CITU ഭാരവാഹികളായ വാഹിദ് ഇടിയങ്ങര, യാക്കൂബ്, സലീം അരക്കണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിരോധനം ലംഘിച്ചുള്ള ബീഫ് വിൽപ്പന തടഞ്ഞത്. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലേക്ക് മാടുകളെ കൊണ്ടുപോകാനുള്ള നീക്കം മീറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ തടഞ്ഞിരുന്നു. വെറ്ററിനറി ഡോക്ടർമാരുടെ പരിശോധനയിൽ പരിക്കേറ്റ മിക്ക മാടുകൾക്കും കുളമ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ബീച്ച് ആശുപത്രിക്ക് സമീപത്തു നിന്നും ഹോട്ടൽ റോയലിൽ നിന്നും പഴകിയ ബീഫാണ് പിടിച്ചെടുത്തതെന്ന് മീറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ഇത് പരിശോധനയ്ക്ക് കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗത്തിനും കൈമാറിയിട്ടുണ്ട്. വടകര മണിയൂർ പഞ്ചായത്തിലെ ചിരണ്ടത്തൂർ ചിറയിൽ ജലനിധി പദ്ധതി തുടങ്ങുന്നതിനെതിരെ നാട്ടുകാരുടെ സമരം ശക്തമായി. ജലനിധി ഉദ്യോഗസ്ഥർ കാലത്ത് സർവേക്കെത്തിയപ്പോൾ ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും റോഡ് ഉപരോധിച്ചു. മണിയൂർ പഞ്ചായത്ത് മുൻകൈയെടുത്താണ് ചിരണ്ടത്തൂർ ചിറയിൽ ജലനിധിയുടെ കുടിവെള്ള പദ്ധതി തുടങ്ങുന്നത്. ജലക്ഷാമം നേരിടുന്ന 2500ഓളം കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. എന്നാൽ മണിയൂർ പഞ്ചായത്തിലെ ഏതാണ്ട് മുഴുവൻ വാർഡുകളിലും വെള്ളം എത്തിക്കുന്ന പദ്ധതി നടപ്പിലാവുന്നത് ചിറയുടെ പരിസര പ്രദേശത്തുള്ളവർക്ക് ജലക്ഷാമത്തിന് ഇടയാക്കുമെന്നാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്. കഴിഞ്ഞ 2 മാസമായി പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന പഞ്ചായത്തിനെതിരെ നാട്ടുകാർ സമരത്തിലാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സംരക്ഷണത്തിലാണ് സർവേ നടപടികൾ നടത്തുന്നത്. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം സർവേ നടപടികൾ തുടർന്നു. നാല് ദിവസങ്ങളിലായാണ് സർവേ നടത്തുന്നത്. അതേസമയം സമരം തുടരുമെന്ന് ചിറ സംരക്ഷണ സമിതി നേതാക്കൾ അറിയിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. ഹായ്. ഹായ്.
ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി ദിവസേന 3 പ്രദർശനങ്ങൾ ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ വാർഷിക മീഡിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിലായി 5 മാധ്യമ പ്രവർത്തകരാണ് അവാർഡിന് അർഹരായത്. പുരസ്കാരങ്ങൾ 28 ശനിയാഴ്ച പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബ് എല്ലാ വർഷവും നൽകി വരുന്നതാണ് മാധ്യമ അവാർഡുകൾ. ജനറൽ റിപ്പോർട്ടിംഗിനുള്ള ഈ വർഷത്തെ KC മാധവ് കുറുപ്പ് പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ ഡോക്ടർ ശ്രീകുമാറിന് ലഭിച്ചു. മികച്ച ടെലിവിഷൻ ന്യൂസ് സ്റ്റോറിക്കുള്ള P ഉണ്ണികൃഷ്ണൻ പുരസ്കാരത്തിന് കൈരളി പീപ്പിൾ കോഴിക്കോട് റിപ്പോർട്ടർ RK ജയപ്രകാശ് അർഹനായി. മികച്ച പത്രരൂപകൽപ്പനയ്ക്കുള്ള തെരുവത്തിരാമൻ പുരസ്കാരം ചന്ദ്രികയ്ക്കാണ്. 2012 ജൂൺ 17 ചന്ദ്രിക 1-ാം പേജ് ഡിസൈൻ ചെയ്ത AP ഇസ്മായിലിനാണ് പുരസ്കാരം. മുഷ്താഖ് സ്പോർട്സ് ജേർണലിസം അവാർഡുകളിൽ റിപ്പോർട്ടിംഗിന് ദീപിക കോട്ടയം യൂണിറ്റിലെ CK രജീഷ് കുമാറും, ഫോട്ടോഗ്രാഫിക്കുള്ള പുരസ്കാരത്തിന് മാധ്യമം മലപ്പുറം യൂണിറ്റിലെ ഫോട്ടോഗ്രാഫർ മുസ്തഫ അബൂബക്കറും അർഹരായി. 28 ശനിയാഴ്ച പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി AV ഷെറിൻ, വൈസ് പ്രസിഡന്റുമാരായ MP രാമചന്ദ്രൻ, MP പ്രശാന്ത്, ട്രഷറർ JS ഷനിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മോഹിനിയാട്ടം ഫെസ്റ്റിവൽ മോഹിനി നൃത്യതയുടെ 3-ാം ദിവസം ശില്പശാല സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ നർത്തകി വിനീത നെടുങ്ങാടി ക്ലാസ് എടുത്തു. 25-ന് ആരംഭിച്ച ഫെസ്റ്റ് 29-നാണ് സമാപിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നവരസം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ചവറ കൾച്ചർ സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന മോഹിനിയാട്ടം ഫെസ്റ്റിവൽ മോഹിനി നൃത്യതയുടെ 3-ാം ദിവസം മോഹിനിയാട്ടം ശില്പശാല സംഘടിപ്പിച്ചു. ചവറ കൾച്ചറൽ സെന്ററിൽ നടന്ന ശില്പശാലയിൽ നർത്തകി വിനീത നെടുങ്ങാടി ക്ലാസ് എടുത്തു. ശില്പശാലയിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും പുരുഷന്മാരുമടക്കം 100ഓളം പേർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം വിനീത നെടുങ്ങാടി അവതരിപ്പിച്ച പൂതനാമോക്ഷം ചടുല പദചലനങ്ങളും മെയ് ചലനങ്ങളും ലാസ്യഭംഗിയും വേദിയിൽ അനിർവചനീയ ഭംഗി സമ്മാനിച്ചിരുന്നു. ഫെസ്റ്റിവലിന്റെ തുടർ ദിവസങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 25-ന് ആരംഭിച്ച ഫെസ്റ്റിവലിന് 29-നാണ് സമാപനമാകുന്നത്. ബാലുശ്ശേരി കോട്ടൂർ ചെങ്ങോട്ടുമല കുടിവെള്ള പദ്ധതി ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും അലംഭാവം കാരണം നശിച്ചതായി നാട്ടുകാർ. 22 ലക്ഷം രൂപ പദ്ധതിക്കായി ചെലവഴിച്ചിട്ടും ഗുണമുണ്ടായിട്ടില്ല. പട്ടികവർഗ കോളനി ഇത് കാരണം ഇപ്പോഴും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണെന്നും നാട്ടുകാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങോട്ടുമല പട്ടികവർഗ കോളനിയിൽ കുടിവെള്ള പദ്ധതിക്കായി 1997-98 സാമ്പത്തിക വർഷത്തിൽ തുക അനുവദിച്ചത്. കോളനിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുകയായിരുന്നു പദ്ധതിയുടെ ഉദ്ദേശ്യം. എന്നാൽ 22 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചിട്ടും 16 വർഷങ്ങൾക്കിപ്പുറം പദ്ധതി യാഥാർത്ഥ്യമായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പദ്ധതി പൂർത്തീകരിച്ച് കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇവയ്ക്കൊന്നും ഫലമുണ്ടായില്ല. പോരായ്മകൾ പരിഹരിച്ച് കുടിവെള്ളം ലഭ്യമാക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടിട്ടും ഫലമുണ്ടായില്ല. ചെങ്കുത്തായ കുന്നുകളിൽ വിരിച്ച GI പൈപ്പുകൾ ഇതിനകം തുരുമ്പിച്ച് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ടാങ്കുകൾ പൊളിഞ്ഞു, മീറ്ററുകൾ ഒടിഞ്ഞു തൂങ്ങി. പദ്ധതിക്കായെടുത്ത കിണറ്റിന്റെ കമ്പി വല പോലും വെള്ളത്തിലലിഞ്ഞു. എന്നിട്ടും 22 ലക്ഷം വെള്ളത്തിലായതല്ലാതെ പോരായ്മകൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അധികൃതരുടെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന് കോളനിവാസിയായ PC മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോട്ടറി മാഫിയ ഉദ്യോഗസ്ഥ ബന്ധം അവസാനിപ്പിക്കുക, പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം ടിക്കറ്റ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലോട്ടറി തൊഴിലാളി ഐക്യവേദി നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും BMS സംസ്ഥാന സെക്രട്ടറി P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ലോട്ടറി മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിൽ പ്രതിഷേധിച്ച് കേരള ലോട്ടറി തൊഴിലാളി ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ ലോട്ടറി ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലോട്ടറി മാഫിയ ഉദ്യോഗസ്ഥ ബന്ധം അവസാനിപ്പിക്കുക, പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം ടിക്കറ്റ് നൽകുക, ടിക്കറ്റ് ലഭിക്കാനുള്ള വ്യവസ്ഥകൾ സുതാര്യവും ലളിതവുമാക്കുക, ടിക്കറ്റ് എടുക്കാൻ വരുന്ന തൊഴിലാളികളോട് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുക,
ആവശ്യാനുസരണം ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്യുകയും താലൂക്ക് തലത്തിൽ വിതരണം ചെയ്യുകയും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുകയും ഓഫീസ് സൗകര്യം വിപുലപ്പെടുത്തുകയും ചെയ്യുക, വിറ്റുവരവിന്റെ 50% വരുന്ന തുക സമ്മാനമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ ചെയർമാൻ V. ശിവാനന്ദൻ അധ്യക്ഷനായിരുന്നു. കൺവീനർ KK പ്രേമൻ, ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലോട്ടറി തൊഴിലാളികളുടെ സംരക്ഷണത്തിനു വേണ്ടി ലോട്ടറി തൊഴിലാളി ഐക്യവേദി ജനുവരി 1 ജില്ലാ ലോട്ടറി ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. നിലവിലുള്ള ടിക്കറ്റുകളുടെ പ്രിന്റിംഗ് വർദ്ധിപ്പിക്കുക, സമ്മാനഘടനയിൽ മാറ്റം വരുത്തുക, ലോട്ടറി വകുപ്പിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും തടയുവാൻ സ്ഥിരം വിജിലൻസ് സംവിധാനം ഏർപ്പെടുത്തുക, ലോട്ടറി തൊഴിലാളികളെ സേവന നികുതിയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുക. ചിത്രങ്ങളിൽ സമൂഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് TR രാജേഷിന്റെ ചിത്രപ്രദർശനം ശ്രദ്ധയാകർഷിക്കുന്നു. ക്രോസ് വേർഡ്സ് എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ 30ഓളം ചിത്രങ്ങളാണുള്ളത്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം 29-ന് സമാപിക്കും. മനുഷ്യന്റെ അധിനിവേശത്തെയും പ്രകൃതിയുടെ പ്രശ്നങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ചിത്രപ്രദർശനം. ക്രോസ് വേർഡ്സ് എന്ന പേരിൽ TR രാജേഷാണ് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളിലും ഓരോ കഥകളിൽ ഇന്ന് സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് രാജേഷ് തന്റെ വരകളിലൂടെയും ഛായങ്ങളിലൂടെയും കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത്. പ്രകൃതി കനിഞ്ഞു നൽകിയ ശുദ്ധജലം പോലും വിൽപ്പന ചരക്കായി മാറിയ ഈ കാലഘട്ടത്തിൽ ഇനി മേഘങ്ങൾക്കും വില പറയേണ്ടി വരും എന്നത് വ്യക്തമാകുന്ന ചിത്രം. മതത്തിന്റെ പേരിൽ തർക്കിക്കുന്ന സമൂഹത്തിന്റെ ചിത്രം, സ്വപ്നങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുന്ന സമൂഹം തുടങ്ങി നീളുന്നു രാജേഷിന്റെ ചിത്രങ്ങൾ. ചായം തേച്ച മരങ്ങളും പുള്ളിക്കുത്തുള്ള വാലും എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രകൃതിയിലേക്ക് മനുഷ്യന്റെ കടന്നുകയറ്റവും മറ്റു ജീവജാലങ്ങളുടെ ഒരു പിൻവാങ്ങലുമാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അക്രിലിക്കിലും ഓയിൽ പെയിന്റിംഗിലും തീർത്ത 31 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. തിരുവനന്തപുരം ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ പഠനം പൂർത്തിയാക്കിയ രാജേഷ് തൃശൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ ആർട്ട് അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. ഡിസംബർ 23-ന് ആരംഭിച്ച പ്രദർശനം 29-ന് സമാപിക്കും. ലോകത്തിലെ വിവിധ പൈതൃക കലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റിവൽ നടത്തുമെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമി സംഘടിപ്പിച്ച ഫെലോഷിപ്പ് അവാർഡ് ഗുരുപൂജ പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ വിവിധ പൈതൃക കലകൾ ഉൾക്കൊള്ളിച്ച് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റിവൽ നടത്തുമെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമി സംഘടിപ്പിച്ച ഫെലോഷിപ്പ് അവാർഡ് ഗുരുപൂജ പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയ്ക്ക് നാടൻ കലകൾ പകർന്നു നൽകാനും അവ സംരക്ഷിക്കാനും പരിശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ നാടൻ കലകൾ നമ്മുടെ നാടിന്റെ എല്ലാം വലിയ അനർഘമായ ഒരു സമ്പത്താണ്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുമായി കെട്ടിടവഴി പോകുന്ന നാടൻ കലാരൂപങ്ങൾ ഒരുപക്ഷെ അത് ജീവിതഗന്ധിയായ കലാരൂപങ്ങളാണ്. ഈ കലാരൂപങ്ങളെല്ലാം വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും അരങ്ങേറുന്നത്. ഓരോ പ്രദേശങ്ങളുടെയും വൈവിധ്യമാർന്ന ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഇന്ന് കാലത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ, ഭാവിക്ക് വേണ്ടി നിലനിർത്താൻ സാധിക്കണമെങ്കിൽ അതിന് വളരെ ബോധപൂർവ്വം ഇടപെടൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നാടൻ കലാരംഗത്ത് 4 പേർക്ക് ഫെലോഷിപ്പും 32 പേർക്ക് അവാർഡും 16 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും വിതരണം ചെയ്തു. 2005-ൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി വേലുവാശാനെ ആദരിച്ചിട്ടുണ്ട്. ശ്രീ R. വേലുവാശാൻ, താഴത്തുകുളക്കര, കൊട്ടാരക്കര, കൊല്ലം. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ഈ ഗുരുതരനെ ആദരിക്കാം. ശ്രീ B. സുബ്രഹ്മണ്യ ശർമ്മ, ഭദ്രകാളത്തിയാട്ട്, തൃക്കാരിയൂർ, കോതമംഗലം, എറണാകുളം. 2010-ൽ അവാർഡ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. B. സുബ്രഹ്മണ്യ ശർമ്മ, ഭദ്രകാളത്തിയാട്ട്, തൃക്കാരിയൂർ, കോതമംഗലം. ശ്രീ KK ബാലൻ പണിക്കർ, തെയ്യം കലയും നന്ദി ചെറുപ്പത്തിൽ നേടിയ ശ്രീ ഗോപാല പണിക്കറെ 2010-ൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അടുത്തത് അവാർഡ് ഗാനമാണ്. കേരളത്തിൽ അന്യം നിന്നു പോകുന്ന കലാരൂപമായ നോക്കുപാവ വിദ്യ എന്ന കലാരൂപത്തിന് ഈ വർഷം അവാർഡ് നേടിയത് ശ്രീമതി പങ്കജാക്ഷിയമ്മയാണ്. പക്ഷേ മുടിയേറ്റ് കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ്. മുടിയേറ്റിലെ ചെണ്ടയും വിവിധ വേഷങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രീ കോതകുളങ്ങര മോഹനുള്ള കഴിവ് അപാരമാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും നിരവധി MK രാഘവൻ MP അധ്യക്ഷം വഹിച്ചു. ഫോക്ലോർ അക്കാദമി അധ്യക്ഷൻ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്, സെക്രട്ടറി M. പ്രദീപ് കുമാർ, ഭാരവാഹികളായ സുരേഷ് കുത്തുപറമ്പ്, PP ദാമോദരൻ, ഇന്ദു മേനൻ, OM കരുവാരക്കുണ്ട്, സുധീർ വെങ്ങര എന്നിവർ സംസാരിച്ചു. പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി നടന്ന നാടൻ കലാസന്ധിയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരിപാടികൾ അവതരിപ്പിച്ചു.
ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ചേഞ്ച് കൊയിലാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന NSS സപ്തദിന ക്യാമ്പ് അവസാനിച്ചു. ഇതിന്റെ ഭാഗമായി കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഗ്രീൻ അസംബ്ലി കെ.ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി 670ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കൊയിലാണ്ടി നഗരസഭ വിജയകരമായി നടത്തിവരുന്ന സമഗ്ര പരിസ്ഥിതി സൗഹൃദ മാലിന്യ പദ്ധതിയായ ചേഞ്ച് കൊയിലാണ്ടിയുടെ ഭാഗമായി NSS യൂണിറ്റുകൾ, CSS ഗ്രീൻ വളണ്ടിയർമാർ, ഹരിതവൃന്ദം ഗ്രീൻ ബ്രിഗേഡിയർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടുകൂടി നാട്ടുപൊലിമ 2013 എന്ന പേരിൽ ഡിസംബർ 21 മുതൽ 27 വരെ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വിപുലമായ പരിപാടികളാണ് നടന്നത്. മോർണിംഗ് ഫാം, ഔഷധത്തോട്ടങ്ങളുടെ നിർമ്മാണം, സമഗ്ര ആരോഗ്യ ശുചിത്വ സർവേ, ലഘുലേഖ വിതരണം, തുണിസഞ്ചി വിതരണം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ പദ്ധതികളാണ് നടപ്പിലാകുന്നത്. ജില്ലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്ത, കാലടി സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രം കൊയിലാണ്ടി, മൊകേരി കോളേജ്, മലബാർ കോളേജ് മൂടാടി, മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ്, IHRD കോളേജ് താമരശ്ശേരി, ഗവൺമെന്റ് ബോയ്സ് VHSE, മാപ്പിള VHSE എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 670ഓളം NSS വളണ്ടിയർമാരാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇതിന്റെ ഭാഗമായി കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഗ്രീൻ അസംബ്ലി കെ.ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ K. ശാന്ത അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും 2007 വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ദയാഭായ് മുഖ്യപ്രഭാഷണം നടത്തി. TK രാജേഷ്, അനൂപ് ദാസ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂളുകളുടെ പുരോഗതിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുറന്ന സമീപനമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് കൈയയച്ച് സഹായിക്കാൻ സമൂഹത്തിൽ സാമ്പത്തിക ശേഷിയുള്ളവർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാടിന് സമർപ്പിച്ചു. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന സ്കൂളിന്റെ ഉദ്ഘാടനം മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. രാജ്യത്തിന് മികച്ച മാതൃകയാകാനുള്ള ഈ സ്കൂളിന്റെ മാറ്റം മറ്റു സ്കൂളുകളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സന്ദേശം സംസ്ഥാനം മുഴുവൻ പ്രചരിപ്പിക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സ്ഥാപനം അന്താരാഷ്ട്ര തലത്തിലേക്ക് അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ, അനുബന്ധ സജ്ജീകരണ കാര്യത്തിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ പഠനവുമായും പാഠ്യേതരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം തന്നെ കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു സ്ഥാപനമായി മാറുകയാണ്. ചടങ്ങിൽ A. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമജം, മന്ത്രി MK മുനീർ, ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ ചെയർമാൻ ഫൈസൽ കൊള്ളിക്കോടൻ, വൈസ് ചെയർമാൻ ഷബാന ഫൈസൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ CA ലത, കൌൺസിലർ അരങ്ങിൽ കമല രഘുനാഥ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സോഫിയ ഫൈസിൽ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കായിക ഇനങ്ങളുടെ പ്രദർശന മത്സരവും നടന്നു. കെട്ടിലും മട്ടിലും അഭൂതപൂർവമായ മുഖമാറ്റമാണ് ഈ സ്കൂളിനുള്ളത്. A. പ്രദീപ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രൊമോട്ടിംഗ് റീജിയണൽ സ്കൂൾ ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ മൾട്ടിപ്പിൾ ഇന്റർവെൻഷൻസ് പദ്ധതിയുടെ ഭാഗമായി ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് നവീകരണ പ്രവർത്തികൾ നടപ്പിലാക്കിയത്. നിർമ്മാണ സമയത്തിലും ചെലവിലും വൻ ലാഭം നൽകുന്ന പ്രീകാസ്റ്റ് നിർമ്മാണ രീതിയിലാണ് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരണം. ആകെ പ്രവൃത്തികൾ 10 മാസത്തിനകമാണ് പൂർത്തീകരിച്ചത്. കോഴിക്കോട് IIMന്റെ സോഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പ്രിസം പദ്ധതി വികസിപ്പിച്ചെടുത്തത്. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, ഇൻഫോസിസ്, ISRO എന്നീ സ്ഥാപനങ്ങളുടെ അക്കാദമിക് സഹകരണവുമുണ്ട്. UAE ആസ്ഥാനമായ KEF ഹോൾഡിംഗ്സിന്റെ പ്രൊമോട്ടർമാരായ ഫൈസൽ കോളിക്കോടനും ഷബാന ഫൈസലും ചേർന്നാണ് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. കോഴിക്കോട്ടെ PK സ്റ്റീൽസ് ഉടമയും പ്രമുഖ വ്യവസായിയുമായ PK അഹമ്മദിന്റെ മകനാണ് ഫൈസൽ.
ശ്രീവിദ്യ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ 2013 വ്യക്തിത്വ വികസന പഠന ശിബിരം സംഘടിപ്പിച്ചു. രാമനാട്ടുകര പാർക്ക് റെസിഡൻസിയിൽ നടന്ന പരിപാടി ഗുരുവായൂരപ്പൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീവിദ്യ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ 2013 വ്യക്തിത്വ വികാസ പഠന ശിബിരം നടന്നു. ആത്മീയത, വിദ്യാഭ്യാസം, കുടുംബ ഭദ്രത എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി വിൻവേഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ക്ലാസുകൾ നയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം സാമുദ്രീസ് ഗുരുവായൂരപ്പൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ഗുരുകുലം ആചാര്യൻ ജയേഷ് ഒതേമംഗലം ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഹിന്ദു പാർലമെന്റ് ജില്ലാ അധ്യക്ഷൻ ശശിധരൻ ഐനിക്കാട്, കെ രാജു, SNDP മഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് PK ചന്ദ്രൻ, ഷിബി ജയേഷ്, ജിജു വെള്ളകോടൻ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് SI പുതുക്കിടി അപ്പു അധ്യക്ഷനായിരുന്നു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 100-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട്ടെ സജീവ സാന്നിധ്യമായിരുന്ന ചമ്പയിൽ ജയരാജന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ആഴ്ചവട്ടം സമൂഹമന്ദിരം ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ചമ്പയിൽ ജയരാജന്റെ 2ാം ചരമവാർഷിക ദിനം ആഴ്ചവട്ടം സമൂഹ മന്ദിര ഹാളിൽ വെച്ച് നടന്നു. അനുസ്മരണ സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ജയരാജന്റെ സ്മരണ ശാശ്വതമായി നിലനിർത്താൻ വേണ്ട പ്രവർത്തനം വേണമെന്ന് സ്മാരക സമിതിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. സ്മാരക സമിതി പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ N മോയിൻകുട്ടി, ടിംബർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TK കണ്ടക്കുട്ടി, മാങ്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനക്കൽ ശശി, ബാബു, AB രവീന്ദ്രൻ മേനോൻ, V മുരളീധരൻ, ഗംഗാധരൻ മുല്ലശ്ശേരി, V സേതുമാധവൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടാളി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി 14 മകരസംക്രമ നാളിൽ പൂവത്തൂർ അമ്മയ്ക്ക് മകരപ്പൊങ്കാല മഹോത്സവം നടക്കും. പൊങ്കാലയോടനുബന്ധിച്ച് ജനുവരി 5 മുതൽ 12 വരെ സ്വാമിജി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ ഭാഗവതോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്നദ്ധ സേവനത്തിനൊരു യുവ പടയണി എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന SKSSF സിറ്റി മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിഖായ വളണ്ടിയർ മാർച്ച് സംഘടിപ്പിച്ചു. അരയെടുത്തുപാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുതലക്കുളത്ത് സമാപിച്ചു. ഡിസംബർ 27, 28 തീയതികളിൽ തോപ്പയിൽ ബാഫഗി മസ്ജിദിന് സമീപമാണ് സമ്മേളനം നടക്കുന്നത്. ഉസ്താദ് മുസ്തഫ പുതുവി അക്കോഡിന്റെ റബിഅ പ്രഭാഷണവും നടക്കും. കാർ പെർഫോമൻസ് ആൻഡ് ഡീറ്റെയിലിംഗ് രംഗത്തെ പ്രമുഖരായ ബീറ്റ്സ് ഓട്ടോമോട്ടീവിന്റെ പുതിയ പെർഫോമൻസ് ആൻഡ് ഡീറ്റെയിലിംഗ് ഷോപ്പ് എക്സ്പ്രസ് ഗാരേജ് ഡിസംബർ 28 വൈകിട്ട് 3 മണിക്ക് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് കാർ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP പ്രീമിയം ആക്സസറീസ് വിഭാഗത്തിന്റെയും പ്രദീപ് കുമാർ MLA ഇന്റീരിയർ ക്ലീനിംഗ് സെക്ഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ജില്ലയിലെ ഹോട്ടലുകളിൽ ബീഫ് വിൽപ്പന വ്യാപകം. പ്രതിഷേധവുമായി ഇറച്ചിവിട്ട തൊഴിലാളികൾ. ഭൂമിയോട് ചെയ്ത കടന്നുകയറ്റത്തിന്റെ ഫലമായി മനുഷ്യന് അനിവാര്യമായതെല്ലാം നഷ്ടമായെന്ന് MT വാസുദേവൻ നായർ. ദേശീയതലത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ അഭാവമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ A. അച്യുതൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.